അപ്പോൾ നമുക്ക് എറേഴ്സ് എന്നുള്ളതിനകത്ത് ഏറ്റവും ഫൈനൽ ടോപ്പിക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് എടുക്കുന്ന റീഡിങ്സിനകത്തും എറർ ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പം ഫൈനൽ ആൻസർ കിട്ടാൻ അത് ആഡ് ചെയ്യും, ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പം ഇതിനകത്തുള്ള എറേഴ്സ് ഏത് രീതിയിലാണ് ആഡപ്പ് ആവുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ, അതാണ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1, അതായത് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു കോമൺ ആയൊരു കേസ് പറയുകയാണ്. ഇപ്പം നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം. അപ്പം മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിനകത്തൊരു എറർ ഉണ്ടാവും, വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിനകത്തൊരു എറർ ഉണ്ടാവും. ഇപ്പോൾ ഫൈനൽ ഡെൻസിറ്റി നമ്മൾ എടുക്കുമ്പം മാസ് ബൈ വോളിയത്തിനകത്ത് ഓരോന്നിനകത്തുള്ള ഇൻഡിവിജ്വൽ എറേഴ്സ് എങ്ങനെ ആ ഫൈനൽ എറേഴ്സ് ആയിട്ട് കണക്ഷൻ ആവും, ആ ഒരു സംഭവമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ടുള്ള അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നോക്കാം. അപ്പം നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസഡ് നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാണ്, എ പ്ലസ് ബി. അപ്പോൾ ഓരോന്നിനും ഉള്ള അബ്സല്യൂട്ട് എറർ നമ്മൾ ഡെൽറ്റ ഇസഡ്, ഡെൽറ്റ എ, ഡെൽറ്റ ബി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇത് എറേഴ്സും കൂടെ ആഡപ്പ് ആക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ആബ്സല്യൂട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. പിന്നെ നമ്മളിവിടെ അഡീഷനാണ്, അപ്പം പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ളൊരു ടേം ഇസഡ് ആണ്. അപ്പം ഈ ഇസഡ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇപ്പം ഇത് നമ്മൾ അഡീഷൻ്റെ കേസിലെടുത്തു. നമ്മൾ സബ്ട്രാക്ഷൻ്റെ കേസിലെടുത്താലും ഒരു വ്യത്യാസവും ഇല്ല. ഈ എ പ്ലസ് ബിക്ക് പകരം എ മൈനസ് ബി വരും. ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഇത് മൈനസ് ഈ ടേം വരും. ഇവിടെ എ മൈനസ് ബി വരും. എ മൈനസ് ബി തന്നെയാണ് ഇസഡ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി തന്നെയാണ്. ഇപ്പോൾ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ ടേമിലെ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അബ്സല്യൂട്ട് എറേഴ്സിൻ്റെ സമ്മേഷൻ ഓർ സബ്ട്രാക്ഷൻ ആയിരിക്കും. ഇതിനകത്ത് മാക്സിമം എറർ എന്ന് പറയുന്നത് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ അല്ലേ മാക്സിമം ആവുക. അപ്പം മാക്സിമം എറർ ആണ് നമ്മൾ ചോദിച്ചതെങ്കിൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ് നമ്മൾ എഴുതേണ്ടത്. ഇത് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ കേസ്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ടു ടേംസ് എടുക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇനി ഇൻഡിവിജ്വൽ എറേഴ്സ് നമുക്ക് എടുക്കണം. അപ്പം ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കേസാണ് എടുക്കുന്നത്. ഇനി നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം കിട്ടുന്നത് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് a into delta b
പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ ഇസഡ് തന്നെയാണ്. അപ്പോൾ നമുക്കത് എഴുതാം. പിന്നെ ഈ ഒരു ടേം ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ വാല്യൂ ആണ്, ഡെൽറ്റ ബി എന്ന് പറഞ്ഞാലും വളരെ സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് സ്മോൾ വാല്യൂ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടും, അല്ല മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ അത്രയും സ്മോൾ വാല്യൂ ആണെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ്, ആവശ്യമില്ല. അത് വളരെ സ്മോൾ വാല്യൂ അല്ല. അപ്പോൾ ഇതിനകത്ത് അത് വെച്ച് നോക്കുമ്പോൾ അത് ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അത്രയും ചെറിയ വാല്യൂ വിട്ട് കളയണം, പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ടേം നമുക്ക് വേണ്ട, അത് സ്മോൾ വാല്യൂ കളഞ്ഞു. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ത്രൂ ഔട്ട് നമ്മൾ ഇസഡിനെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇസഡ് ബൈ ഇസഡ് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഇസഡ് തന്നെയാണ്. അപ്പോൾ ഇസഡ് ബൈ ഇസഡ് 1 വരും, പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി. ഇപ്പം നമുക്ക് എ ഡെൽറ്റ ബി ബൈ ഇസഡ് കൊണ്ട് ചെയ്യുമ്പം ഈ ഇസഡ് എന്താ ശരിക്കും എ ഇൻറ്റു ബി അല്ലേ, എ ബി. പിന്നെ അത് എയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടേം ഡിവൈഡഡ് ബൈ ഇസഡ് എന്തായി, ഡെൽറ്റ ബി ബൈ ബി. സെയിം വേ ഡെൽറ്റ എ ബി ഡിവൈഡഡ് ബൈ ഇസഡ് ചെയ്യുമ്പം രണ്ട് ബിയും കട്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ എ ബൈ എ. പിന്നെ അത് നമുക്ക് ഈ 1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സബ്ട്രാക്ട് ആയിപ്പോവും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതായിരിക്കും നമ്മൾ ഇപ്പോൾ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ഫൈനൽ എററിൻ്റെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ നോക്കുമ്പോഴും നമുക്ക് ഫൈനൽ ആൻസർ ഇതേപോലെയാണ് കിട്ടുന്നത്. നമുക്ക് ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പം ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മൾ ഡിവിഷൻ നോക്കുകയാണ്. അപ്പോൾ എന്തായി, ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ബി. നമുക്ക് ഇനി ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇസഡ് എന്നുള്ള ടേം ഈ ഒരു ഭാഗത്തു നിന്ന് പുറത്തേക്ക് എടുക്കാം. ടോപ്പിൽ നിന്ന് എ പുറത്തെടുക്കാം, ഇവിടെ നിന്ന് ബിയും പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് ഇസഡ് പുറത്തെടുത്തു. അപ്പോൾ ഇസഡ് ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു ടോപ്പിലെ ടേം എ നമ്മൾ പുറത്തെടുത്തു, 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഡിവൈഡഡ് ബൈ താഴത്തെ നമ്മൾ ബി പുറത്തെടുത്തു, ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ഇപ്പം ഈ ഒരു ടേം നോക്കുമ്പം നമുക്ക് എ ബൈ ബി എന്താണ്, ഇസഡ് ആണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ നമ്മളിപ്പോൾ ഈ ഡിനോമിനേറ്ററിലൊരു ടേം നമ്മൾ മുകളിലേക്ക് എടുക്കണം. അപ്പോൾ എപ്പോഴും ഒരു ടേം 1/x എന്നുള്ളൊരു ടേം നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറിലേക്ക് എടുക്കുമ്പം അതിന് നെഗറ്റീവ് പവറായിട്ട് കൊടുക്കണം. അപ്പോൾ 1/x എന്ന് പറഞ്ഞാൽ 1/x⁻1 അല്ലേ, അത് നമ്മൾ ന്യൂമറിലേക്ക് എടുക്കുന്ന സമയത്ത് അത് x⁻−1 ആ രീതി റെപ്രസെൻ്റ് ചെയ്യണം. ഇപ്പോൾ 1/x² ആണ്, അത് നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് x⁻². ഇനി x⁻² ആയിരുന്നെങ്കിൽ നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പം x⁻+2. ഈ രീതിയിലാണ് നമ്മൾ ഡിനോമിനേറ്ററിലൊരു ടേം ന്യൂമറേറ്ററിലേക്ക് ആക്കുമ്പം ടോട്ടലി അതിന് പവറിൻ്റെ നെഗറ്റീവ് വരും.
അപ്പോൾ ആ ടേം നമുക്ക് എങ്ങനെ എഴുതാം? z ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ z ബൈ z is equal to a ബൈ ബി എന്താ? z ആയി. z ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ a ബൈ a, 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a ബൈ a ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ b ബൈ b റേസ് ടു മൈനസ് 1. അപ്പോൾ ഇതിന് നമുക്ക് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞൊരു പവർ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇതിന് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താ നിങ്ങൾക്ക് ഇപ്പം ഇല്ല, പഠിക്കാനില്ല. നിങ്ങൾക്ക് +1 മാത്സിനകത്ത് ചാപ്റ്ററിൽ വരുന്നുണ്ട്, ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്. അത് വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ ടേംസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1 ഒരു വന്നാൽ ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 1 ഇവിടെ നെഗറ്റീവ് അല്ലേ, അപ്പം മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 അങ്ങനെ എക്സ്പാൻഡ് ആയി പോകും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡെൽറ്റ ബി ബൈ ബി ആണ് വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടേം അതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ബീൻ്റെ ടേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 1 പ്ലസ് ഓർ മൈനസ് ഉള്ള, അപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് ഇത് മൈനസ് ഓർ പ്ലസ്, അതുകൊണ്ട് വലിയ കാര്യമില്ല. ഏതെങ്കിലും ഒരു ടേം ആയിരുന്നെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നേനെ. അപ്പോൾ മൈനസ് ഓർ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി ഹോൾ സ്ക്വയർ മൈനസ് ഓർ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഹോൾ ക്യൂബ്, അങ്ങനെ നീണ്ടുപോകും. പക്ഷേ ഇവിടെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഡെൽറ്റ ബി ഒരു സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ ബി സ്ക്വയർ എന്ന് പറഞ്ഞാലോ ഡെൽറ്റ സ്മോൾ വാല്യൂ ഇൻറ്റു സ്മോൾ വാല്യൂ എന്നുള്ള രീതിയിൽ വരുമ്പം അത് വളരെ സ്മോൾ വാല്യൂ ആവും. അപ്പോൾ പിന്നെ ക്യൂബും അതിൻ്റെ അങ്ങോട്ടുള്ള പവേഴ്സും പറയേണ്ട, അത് അതിനേക്കാൾ സ്മോൾ ആയിരിക്കും. അപ്പോൾ എന്താ, ചെറിയ വാല്യൂ വന്നാൽ നമ്മളങ്ങ് കളയാം, പോയി. അപ്പോൾ ഇത്രയും ടേമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനൽ എന്തായി? ഇപ്പോൾ ഇവിടെ ഇസഡ് ഉണ്ട്, കളയാം. 1 പ്ലസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ഇവിടെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തേ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ആ 1 അങ്ങ് ഡിലീറ്റ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുക ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്ത സെയിം ഇക്വേഷൻ. ഇതിനകത്തും നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇത് ഡിവിഷൻ. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. നമുക്ക് കേസ് 3 അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ കേസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി റേസ് ടു എ പവർ, അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ. അപ്പോൾ നമുക്ക് വീണ്ടും അബ്സല്യൂട്ട് എറേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഹോൾ റേസ് ടു എൻ. പിന്നെ അതിന് എ റേസ് ടു എൻ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ റേസ് ടു എൻ ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഹോൾ റേസ് ടു എൻ. അപ്പം ഈ ഒരു ടേം നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എഴുതാം. അപ്പോൾ അതും നിങ്ങൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും മാത്സിനകത്ത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടേം ഞാൻ എഴുതാം, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ള 1 പ്ലസ് എക്സ്
ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എക്സിൻ്റെ സ്ഥലത്ത് ഡെൽറ്റ എ ബൈ എ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എ റേസ് ടു n a raised to n into 1 plus or minus അവിടെ n അല്ലേ, അപ്പം n into ഡെൽറ്റ എ ബൈ എ ബൈ 1 ഫാക്ടോറിയൽ 1 പ്ലസ് n into n minus 1 into ഡെൽറ്റ എ ബൈ എ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് n into n minus 1 into n minus 2 into delta a by a whole cube by 3 factorial അങ്ങനെ വരും. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഡെൽറ്റ എ സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. നെക്സ്റ്റ് ടേം അതിനേക്കാൾ സ്മോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടേംസുകളെല്ലാം കളഞ്ഞേക്കാം. നമുക്ക് ഇത്രയും ടേം മതി. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു a raised to n into 1 plus or minus n into delta a by a എന്നുള്ള ഫോമാറ്റിലായി. ഇനി a raised to n എന്ന് പറഞ്ഞാൽ z ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ത്രൂ ഔട്ട് z കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഇത് ഓൾറെഡി 1 ആവും ഇൻറ്റു 1 plus or minus n into delta a by a. ഇപ്പോൾ ഈ 1 കോമൺ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുക ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പോൾ ഈ ഒരു ടേമിൽ നമ്മൾ ഏത് പവറിലാണോ ഇത് റേസ് ചെയ്യുന്നത് ആ പവറോട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേസ് ഇപ്പോൾ z ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ത് വരും? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 കേസസ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് റേസ് ടു എ പവർ. ഈ 3 കേസസിനകത്ത് ഏതെങ്കിലും വരുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കൊരു പ്രോബ്ലം വരിക. ഒരു സിമ്പിളായിട്ടൊരു സ്മോൾ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. If error involved in measurement of a side and mass of cube are 3% and 4%, what is the maximum permissible error in percentage while calculating the density? പിന്നെ അത് തന്നിരിക്കുന്നത് എന്താ? ഒരു സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ പെർസെൻറ്റേജ് എറർ 3%. ഇപ്പം പെർസെൻറ്റേജ് എറർ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുക? ഡെൽറ്റ ഓഫ് ആ വാല്യൂ അബ്സല്യൂട്ട് എറർ ബൈ മീൻ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് സൈഡിൻ്റെ നമുക്ക് എൽ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം ഒരു സൈഡ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ഇൻറ്റു 100. നമുക്ക് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് 100 ഇല്ലാതെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 3%. അതേപോലെ മാസ് നമുക്ക് എം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൽറ്റ എം ബൈ എം ഈസ് ഈക്വൽ ടു 4%. ഇനി അവരെന്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഡെൻസിറ്റി അല്ലേ. അപ്പോൾ ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ടോ? ഇല്ല, ലെങ്ത് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ വോളിയം എന്താ? സാധാരണ നമ്മൾ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്യൂബാണെങ്കിൽ എല്ലാം സെയിം അല്ലേ. അപ്പം എൽ ക്യൂബാണ് അതിൻ്റെ വോളിയം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഇത് ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം ബൈ എം
ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഹോൾ ക്യൂബ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ രണ്ട് സാധനം ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സെയിം ഫോമാറ്റിലൂടെ എഴുതാം. അപ്പം ഡെൻസിറ്റി അല്ലേ, ഡെൽറ്റ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇതിനൊരു ടേം ഉണ്ട്, റേസ് ടു 3 ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യണ്ടേ? നമ്മൾ റേസ് ടു പവർ വരുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തത്? ആ ടേം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ? അപ്പം 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ എന്തായി? ഇപ്പം ഡെൽറ്റ എം ബൈ എം തന്നിട്ടുണ്ട്. എത്രയാ? 4%. 4 പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ 3 ആണ്. 3 ഇൻറ്റു 3 9 കിട്ടി. 9 പ്ലസ് 4 13. നമ്മളോട് മാക്സിമം പെർമിസിബിൾ ചോദിച്ചു, അതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്തു. ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണ് വരുന്നത്. മാക്സിമം ചോദിച്ചുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. 4 + 9 13. അപ്പം ചോദിച്ചത് എന്താ? പെർസെൻറ്റേജ് എററാണ് ഇൻ കാൽക്കുലേറ്റിംഗ് ഡെൻസിറ്റി. അപ്പോൾ ഇത് തന്നെയല്ലേ പെർസെൻറ്റേജ്. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 13%. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു മോഡലാണ് വരിക. മിക്കതിലും നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആയിട്ടുള്ള തന്നെ ആയിരിക്കും തരിക. അപ്പോൾ ഡിവിഷനും റേസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഈ രീതിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലാതെ അധികം കോംപ്ലിക്കേറ്റഡ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫൈനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് 2 ടോപ്പിക്കും കൂടിയുള്ളൂ. ഒന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും പിന്നെ ഒന്ന് ഡയമെൻഷണൽ അനാലിസിസും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.